അല്ലാഹു പറയുന്നു ഫലാ തശ്ഗലൂ അൻഫുസകും ബിദ്ദുആഇ അലൽ മുലൂക്. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ ഭരണാധികാരികൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. ഭരണാധികാരികൾക്കെതിരെ പ്രാർത്ഥിച്ചു നിങ്ങളെ സമയം കളയണ്ട. അല്ലാഹു പറയാണ് വലാകിൻ ഇസ്ഗലൂ അൻഫുസകും ബിദ്ദിക്രി വത്തദർറുഇ. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ കൊടുക്കേണ്ട ഡ്യൂട്ടി അല്ലാഹുവിനെ ഓർക്കലാണ്, ദിക്ർ ചൊല്ലലാണ്, അല്ലാഹനെ ഓർക്കലാണ്, അല്ലാഹനെ ഓർത്തുകൊണ്ടുള്ള ജീവിതം നയിക്കലാണ്. രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തോളൂ. അവൻ ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്തോളൂ. അവൻ വിരോധിച്ചത് കൈയൊഴിച്ചോളൂ. വത്തദർറുഇ, പടച്ചവന്റെ മുമ്പിൽ താഴ്മയോടെ പ്രാർത്ഥിച്ചോളൂ. കയ്യക്ഫിയക്കും മുലൂകക്കും, നിങ്ങളെ ഭരണാധികാരികളെ പ്രശ്നം എല്ലാവരെയും ഭരിക്കുന്ന ഞാൻ പരിഹരിച്ചു തന്നോളും. എല്ലാവരുടെ മനസ്സും എല്ലാവരുടെ അധികാരവുമുള്ള ഒരു രാജാവ്, ആ രാജാവിലേക്ക് മനസ്സ് തിരിയാതെ ഒരു പ്രശ്നവും പരിഹരിക്കൂല കേട്ടോ. അതിന് റബ്ബിലേക്ക് മനസ്സ് തിരിയണം. ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, അതേ ലാ തശ്ഗലൂ അൻഫുസകും ബിസബബിൽ മുലൂകി വലാ തതൂബൂ ഇലൈഹിം. ഭരണാധികാരികളോട് നിങ്ങൾ മാപ്പ് പറയാൻ പോകണ്ട, അവർക്കെതിരെ പ്രാർത്ഥിക്കണ്ട. തൂബൂ ഇലയ്യ, യഥാർത്ഥ ഭരണാധികാരിയായ പടച്ചവനാണ് ഞാൻ, എന്നോട് മാപ്പ് പറഞ്ഞോളൂ. ഉഅത്തിഫു ഖുലൂബഹും അലൈക്കും, ഭരണാധികാരികളുടെ മനസ്സ് ഞാൻ മയപ്പെടുത്തി തരാം. സർവ പ്രശ്നങ്ങളുടെയും പരിഹാരം തഖ്വയാണ്, അല്ലാഹുവിലേക്ക് മടങ്ങലാണ്. ആ തഖ്വയുടെ ഭാഗമാണ് എല്ലാവർക്കും നന്മ ചെയ്യുന്നവരാവുക. ഒരു ജീവിയെയും ആക്രമിച്ചുകൂടാ, ഒരു ജീവിയെയും ശല്യം ചെയ്തുകൂടാ. അതല്ലേ ഇസ്ലാം. ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ബുദ്ധനാകട്ടെ, ജൈനക്കാരനാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ആരായാലും മനുഷ്യരെ സഹോദരീ സഹോദരന്മാരായി കാണണം. പോരാ, ഒരു ജീവിയെയും ശല്യം ചെയ്തുകൂടാ. അതാണ് ഇസ്ലാം. കേട്ടിട്ടില്ലേ നിങ്ങൾ അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു ശാഫഈ മദ്ഹബിലെ കിതാബുൽ മുഹദ്ദബ് എന്ന ലോക പ്രശസ്ത ഗ്രന്ഥം രചിച്ച മഹാനാണ്. മഹാനവറുകൾ ഒരു റോട്ടിലൂടെ നടന്നു പോകുന്നു, ശിഷ്യന്മാര് കൂടെയുണ്ട്. അപ്പോഴതാ ഒരു നായ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നു. നായയെ കണ്ടപ്പോൾ ഒരു ശിഷ്യൻ മെല്ലെ കൈകയറ്റിയത് എന്തിനാണ്? നായയെ ശല്യം ചെയ്യാൻ തന്നെയാണ്. ഉടനെ മഹാൻ പറഞ്ഞില്ല, നോ, പാടില്ല. അമാ അലിംത, നിനക്കറിയില്ലേ മോനെ, അന്ന ത്വരീഖ മുസ്തറകും ബൈനി വ ബൈനഹു, ഈ റോഡ് എനിക്കും നായക്കും കൂറാണ്. അല്ലാ, നായക്കും പോകാൻ ഇത് തന്നെയല്ലേ റോഡ്? നായ ഹെലികോപ്റ്ററിൽ പോവാ, ഞാൻ നടന്നു പോവാ, അങ്ങനെയുണ്ടോ? നായക്കും ഈ റോട്ടിലൂടെയല്ലേ പോകേണ്ടത്? അതിനെ ആക്രമിക്കാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം ഇതാണ്. ഈ മതം ഇന്ത്യ രാജ്യത്ത് വേണമെന്നല്ലാതെ മനുഷ്യത്വമുള്ളവൻ പറയുമോ? ഈ മതം ഇന്ത്യയിൽ എന്നല്ല ലോകം മുഴുക്കെ അതിന്റെ ശരിയായ ആശയം അംഗീകരിക്കുന്നവര് ജീവിക്കണമെന്നല്ലാതെ ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? ആരെയും ശല്യം ചെയ്യരുത്. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് മുസ്ലിമീങ്ങളോട് പറയാനുണ്ട്. അതെന്താണെന്നറിയോ? അത് മറ്റൊന്നുമല്ല, നമ്മളെ ഇസ്ലാമിനെ മറ്റുള്ളവരെങ്ങനെയാ പഠിക്കുക? നമ്മളെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഗവർണർമാരും അതുപോലെ എല്ലാ ജസ്റ്റിസുമാരും എല്ലാവരും നമ്മളെ മതം പഠിക്കാൻ വേണ്ടി നാളെ മുതൽക്ക് ദർസ് ചേർന്നിട്ട് അങ്ങനെ മീസാനും അജിനാസും അവാമിലും തഖ്വീമുൽ ലിസാനൊക്കെ ഓതിയിട്ട് അങ്ങനെ അറബി ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ട് ഇസ്ലാം ഇതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയോ? അത് കഴിയൂല എന്ന് ഉറപ്പാണ്. പിന്നെ അവരെങ്ങനെ ഇസ്ലാം മനസ്സിലാക്കേണ്ടത്? ഇസ്ലാം മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങളെ കണ്ടിട്ടാ.
അതിനെന്ത് വേണം? മുസ്ലിമീങ്ങൾ പരിപൂർണ മുസ്ലിമീങ്ങളായി ജീവിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണ മുസ്ലിമായി ജീവിക്കുക. എന്നാലോ അപ്പൊ ഇസ്ലാമിനെ മനസ്സിലാവും. നമ്മളെ കള്ള് ഷാപ്പ് കണ്ടാൽ ഇസ്ലാം എന്താണെന്നാ വിചാരിക്കുക? മുസ്ലിമീങ്ങളെ കള്ള് ഷാപ്പിൽ പ്ലെയിനിൽ ഇങ്ങനെ പോകുമ്പോ മുസ്ലിം ബ്രാൻഡി വാങ്ങി ഇങ്ങനെ കുടിക്കണം. എന്തായിരിക്കും മറ്റുള്ളവർ മനസ്സിലാക്കുക? ഓ, ഇസ്ലാമിൽ ഇതൊക്കെ അനുവദനീയമാണെന്നല്ലേ മനസ്സിലാക്കുക. മുസ്ലിമീങ്ങൾ കുറച്ച് തീവ്രവാദികൾ ഉണ്ടായാൽ തീവ്രവാദം ഇസ്ലാമാണെന്നല്ലേ മനസ്സിലാക്കുക. ഭീകരവാദികൾ ഉണ്ടായാൽ ഭീകരവാദം ഇസ്ലാമാണെന്നല്ലേ മനസ്സിലാക്കുക. വർഗീയവാദികൾ ഉണ്ടായാൽ വർഗീയവാദം ഇസ്ലാമാണെന്നല്ലേ മനസ്സിലാക്കുക. ആരാണ് ഉത്തരവാദിയാകുന്നത്? നമ്മൾ തന്നെയല്ലേ. നമ്മൾ എന്ത് വേണം? നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച്, അതാണ് ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു എന്നതുപോലെ ഒരു മാറ്റവുമില്ലാതെ യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി ഇസ്ലാമിൽ കടന്നുകൊണ്ട് നമ്മൾ ജീവിക്കണം. പരിപൂർണ മുസ്ലിമീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കോൺഗ്രസ്സുകാരന്റെ ഓഫീസ്, ഞാൻ പറയുന്നത് തെറ്റാണോ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി. ഒരു കോൺഗ്രസ്സുകാരന്റെ ഓഫീസ്, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ കയറി ചെന്നാൽ അവർക്ക് സംശയം തുടങ്ങൂലേ? അവർക്ക് സംശയം തുടങ്ങൂലേ? എന്ന് മാത്രമല്ല, ആ കോൺഗ്രസിന്റെ ഓഫീസിൽ വെച്ചൊരു സാധനം കാണാതെയായി പോയാൽ ഇവരിയാളെ സംശയിച്ച് പ്രശ്നമാവൂലേ? നാട്ടു പ്രശ്നമാവൂലേ? ഇതേപോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഓഫീസിൽ കോൺഗ്രസ്സുകാരി കയറി ഇരുന്നാൽ, അല്ലെ മുസ്ലിം ലീഗുകാരൻ കയറി ഇരുന്നാൽ ആകെ സംശയാവൂലേ? അതുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? നമുക്ക് ഓരോരുത്തർക്കും ഓരോ മതമുണ്ട്. നമ്മളാരും അമ്പലത്തിൽ പോകാൻ പാടില്ല. മുസ്ലിമീങ്ങൾ അമ്പലത്തിൽ പോയാൽ അങ്ങനല്ലേ? വടക്കേ ഇന്ത്യയിലൊക്കെ അധികം വർഗീയ കലാപം തുടങ്ങലെങ്ങനെ? ഒരു അമ്പലത്തിൽ ഒരു ഉത്സവം ഉണ്ടാവും, ഏതെങ്കിലും ഒരു മതമില്ലാത്ത മുസ്ലിം ഉണ്ടാവും, മതത്തിന്റെ യാതൊരു ബോധം ഉണ്ടാവില്ല. അവൻ അവിടെ പോയിട്ട് ഉത്സവത്തിൽ കളി കാണാൻ പോകും. ആ കൂട്ടത്തിൽ വല്ല ഒരു കല്ലെടുത്ത് ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു പെൺകുട്ടീന്റെ ശരീരത്തിൽ ഏറ് കൊടുക്കും. അതോടുകൂടി അവിടെ വർഗീയ കലാപം നടക്കും. ഇവനോട് പറഞ്ഞു അമ്പലത്തിൽ പോകാൻ വേണ്ടതില്ലല്ലോ. ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ ഓർക്കുകയാണ്, ശബരിമലയിൽ പോയി ഒരു മുസ്ലിമിന്റെ പേരുള്ള പെണ്ണ്, അവിടെ എന്ത് മുസ്ലിമാ, എന്നിട്ട് അവിടുന്ന് കുഴപ്പമുണ്ടാക്കാൻ നോക്കുന്ന അവള്. എന്തിന്? ഹൈന്ദവർക്ക് അത് ഇഷ്ടപ്പെടുവോ? അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ലാത്ത പണി എന്തിന്? മുസ്ലിം നാമധാരികളായ ചിലർ, അതാണാകട്ടെ പെണ്ണാകട്ടെ, ഇസ്ലാമിന്റെ ആശയമില്ലാതെ അവരെന്തിന് സംശയങ്ങൾ ഉണ്ടാക്കാൻ പോകണം? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അവരവർ ലക്കും ദീനുക്കും വലിയ ദീൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു ആശയമില്ലേ? ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. ഹൈന്ദവർ അവരുടെ മതം അനുസരിച്ച് അവർ ജീവിക്കുന്നു, അവർ ജീവിക്കട്ടെ, അതല്ലേ ഇന്ത്യ രാജ്യം. മുസ്ലിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കുന്നു, ജീവിക്കട്ടെ, അതല്ലേ ഇന്ത്യ രാജ്യം. ക്രിസ്ത്യാനികൾ ക്രിസ്തു മതം അനുസരിച്ച് ജീവിക്കട്ടെ, അതല്ലേ ഇന്ത്യ രാജ്യം. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന, ഇന്ത്യയുടെ പവിത്രത, അത് കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാ മതക്കാരും ഒറ്റക്കെട്ടായി നിൽക്കുകയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യണം. തെറ്റിദ്ധാരണകൾ ഉണ്ടായ ഭരണാധികാരികളോ അവരെ പിന്തുണക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകളും തിരുത്തപ്പെടണം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആശയ പ്രചരണവുമായി മുന്നോട്ട് നീങ്ങുന്നതും നീങ്ങേണ്ടതും എന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഹാറൂൺ റഷീദ് രാജാവ് ഭരിക്കുന്ന ഒരു കാലം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഉള്ളതുള്ളതുപോലെ തുറന്നു പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയല്ലേ വേണ്ടത്? സെപ്റ്റംബർ 11 അങ്ങ് അമേരിക്കയിൽ ഒരു സ്ഫോടനം നടന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2011 എന്റെ ഓർമ്മ. അന്ന് അതിന്റെ തൊട്ട വെള്ളിയാഴ്ച കുറ്റ്യാടി ജുമാഅത്ത് പള്ളിയിൽ വെച്ച് ഞാൻ ജുമാക്ക് ശേഷം പ്രസംഗിച്ചു. ജുമാക്ക് മുമ്പ് നമ്മൾ പ്രസംഗിക്കലില്ല, കാരണം മുൻഗാമികൾ അങ്ങനെ ചെയ്യാറില്ല, പൈതൃകം കാത്തു സൂക്ഷിക്കണമല്ലോ. അങ്ങനെ ജുമാക്ക് ശേഷം ഞാൻ പ്രസംഗിച്ചു. ആരും തെറ്റിദ്ധരിക്കണ്ട, മുസ്ലിം പള്ളികളിൽ പഠിപ്പിക്കുന്നതും ഓതിക്കേൾപ്പിക്കുന്നതും ഖുർആനാണ്. ഖുർആന്റെ ആശയം എന്താണ്? നിങ്ങളെ പള്ളിയിലും കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ട സൂക്തം എന്താണ്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നിശ്ചയം അല്ലാഹു തആല നീതി കൊണ്ട് കൽപ്പിക്കുന്നു, വൽ ഇഹ്സാൻ, എല്ലാവർക്കും നന്മ ചെയ്യണം എന്ന് കൽപ്പിക്കുന്നു. അവിടെ മതവ്യത്യാസമില്ല, എല്ലാവർക്കും നന്മ. വൈതാഇദിൽ ഖുർബ, അടുത്തവർക്ക് പ്രത്യേകം കൊടുക്കണം. അങ്ങനെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, അയൽവാസികളെ സംരക്ഷിക്കണം, കുടുംബത്തെ സംരക്ഷിക്കണം. വൈതാഇദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ വഷളത്തരത്തിൽ നിന്നും വർഗീയതയിൽ നിന്നും
വ്യഭിചാരത്തിൽ നിന്നും സ്വർഗ്ഗരതിയിൽ നിന്നും അങ്ങനെ തുടങ്ങിയ എല്ലാ വഷളായ തെറ്റുകളിൽ നിന്നും അള്ളാഹു വിരോധിക്കുന്നു. വൽ മുൻകർ, നിഷിദ്ധമായ കാര്യങ്ങളെ പഠിച്ചവൻ വിരോധിക്കുന്നു. വൽ ബഗയ്, അക്രമത്തെ പഠിച്ചവൻ വിരോധിക്കുന്നു. ഒരാളും ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. ഒരു പൂച്ചയെ പിടിച്ചു കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തോണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നു എന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതേസമയത്ത് നായക്ക് വെള്ളം കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞില്ലേ? ഒന്നിനെയും ആക്രമിക്കാൻ പാടില്ല. വൽ ബഗയ് യഇദുകും, നിങ്ങളെ അള്ളാഹു ഉപദേശിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ. ഈ ആയത്ത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതി കേൾക്കാറുണ്ട്. അത് ഓതാൻ വേണ്ടി കൽപ്പിച്ച പണ്ഡിതനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അത് കൽപ്പിക്കാനുള്ള കാരണം അതിനു മുമ്പുള്ള രാഷ്ട്രത്തലവന്മാരായ ആളുകൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് പള്ളിയിലെ മിമ്പറിൽ വെച്ച് അലി ഇബ്നു അബീ താലിബിനെതിരെ സംസാരിക്കണം എന്ന് ഓർഡർ ചെയ്തപ്പോ ചില ഖതീബുമാർ ആ രാഷ്ട്രീയക്കാർക്ക് വഴിപ്പെട്ട് അതേ പ്രകാരം അലി ഇബ്നു അബീ താലിബിനെതിരെ സംസാരിച്ച അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇനി മേലിൽ നീതിമാനായ അലി ഇബ്നു അബീ താലിബിനെതിരെ മിമ്പറിൽ മിണ്ടാൻ പാടില്ല, ഈ ആയത്തോദനം എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓർഡർ ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ആ ആയത്തോതിക്കൊണ്ടിരിക്കുകയാണ് സർവ്വ മിമ്പറിലും. എല്ലാവർക്കും നീതി. ഒരിക്കലും മുസ്ലിം പള്ളികൾ അതാ അനീതി പറയാനും വർഗീയത പറയാനുമുള്ളതല്ല. നാം മനസ്സിലാക്കണം. ഞാൻ വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം പ്രസംഗിക്കുമ്പോ സെപ്റ്റംബർ 11 ശേഷമുണ്ടായിരുന്ന വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, കടുത്ത അനീതിയാണ് അമേരിക്കയിൽ ചെയ്തത്. യാത്ര പോകുന്ന യാത്രക്കാരെ പോകുന്ന ഈ പ്ലെയിനുകൾ തട്ടിയെടുത്ത് കൊണ്ടുപോയി പെന്റഗൺ തകർത്തതും അതുപോലെ അവിടെ തകർത്തതെല്ലാം നിരപരാധികളെ കൊല്ലുന്ന ഏർപ്പാട് കടുത്ത തെറ്റാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇത് പറയാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അമേരിക്കക്ക് അങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞു. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, അതിന്റെ പേരാ തീവ്രവാദം. നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തി അള്ളാഹുവിന്റെ ദീൻ ഉള്ളതുള്ളതുപോലെ ശരിയായ വശത്തിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം. അതനുസരിച്ച് ജനം മുറുകെ പിടിക്കണം. ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, പറയേണ്ടത് പറയണം. അങ്ങനെ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭരണകാലത്ത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഭരണാധികാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പിടിച്ചുകൊണ്ടുവന്ന് ജയിലിലിടുന്നത് പോലെ റൂമിലിട്ട് പൂട്ടിക്കളഞ്ഞു. ആ റൂമിന്റെ ഉള്ളിൽ 5 ദിവസം പൂട്ടിയിട്ടു. 5ാമത്തെ ദിവസം ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ പൂട്ടിയിട്ട ആ ചെറുപ്പക്കാരൻ അങ്ങകലെ ഒരു തോട്ടത്തിൽ നിന്ന് നടന്നു കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നികുതി നിഷേധ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത് ഞങ്ങളെ രാജ്യത്ത് അന്യനാട്ടുകാരായ നിങ്ങൾക്ക് നികുതി പിരിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ ചാവക്കാട് ജയിലിലിട്ടപ്പോൾ ആ ജയിലിൽ നിന്ന് പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി wudu എടുക്കാൻ വെള്ളം ചോദിച്ചു വാങ്ങി പോലീസുകാരോട് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ജയിലും പൂട്ടിയിട്ട് പോലീസുകാർ പോയി. നേരം വെളുത്ത് ജയിൽ തുറന്നു നോക്കും, ഉമർ ഖാദിയെ കാണുന്നില്ല. ഉമർ ഖാദി ജയിലിലില്ല. പിന്നീട് മഹാനവറുകൾ അതാ കോടഞ്ചേരി പള്ളിയിൽ ദുഹാ നിസ്കരിച്ചതിന് ശേഷം ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞു, പോലീസുകാരെ ജോലി പോയി പോകണ്ട, ഞാനിവിടുന്ന് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയണം. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നതായിരുന്നു. പിന്നെയും ജയിലിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ വലിയ ചരിത്രമാണ്. ശേഷം പോലീസുകാർ വന്നു. ശേഷം പോകുമ്പോ തന്റെ സ്നേഹിതനായിരുന്ന അതേ മരക്കാരുടെ സമീപത്ത് ചെന്ന് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വെളിയങ്കോട് പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങിയിട്ട് മരക്കാരുടെ ഖബറിന് തട്ടിയിട്ട്, മരക്കാരെ നിങ്ങൾ ഇവിടെ സുഖമായി കിടക്കുകയാണല്ലേ, നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പോഴാണ് വെളിയങ്കോട് മരക്കാരുടെ ആ ഖബറിന്റെ കല്ല് ടട്ടട്ടാ എന്ന് പറഞ്ഞ് പൊട്ടിയപ്പോ, വേണ്ട നിങ്ങൾ അവിടെ തന്നെ കിടന്നോളൂ, അത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ്, ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഉമർ ഖാദി പിന്നീട് കോഴിക്കോട് ജയിലിലേക്ക് അതാ പോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയില്ല. ഇന്നും ചെന്നാൽ ആ കല്ല് പൊട്ടിയത് അവിടെ കാണാം. ഓ സുഹൃത്തുക്കളെ, മഹാനായ ഹാറൂൺ റഷീദ് രാജാവ് നല്ല ആളാണ്. പക്ഷേ എന്തോ ആ ചെറുപ്പക്കാരന്റെ പ്രസംഗം പിടിച്ചില്ല. ഇരിക്കട്ടെ, രാജാവിനോട് വന്ന് പറയുന്നത് 5 ദിവസം മുമ്പ് നിങ്ങൾ റൂമിലിട്ട് പൂട്ടിയ ആ ചെറുപ്പക്കാരൻ അങ്ങകലെ ഒരു തോട്ടത്തിൽ നടന്നു കളിക്കുന്നുണ്ടെന്നാണ്. രാജാവ് പറഞ്ഞ അയാളെ പിടിച്ചുകൊണ്ടുവരണം. 2ാമതും പിടിച്ചുകൊണ്ടുവന്നു. ഉമർ ഖാദി 2ാമത് പിന്നെയും ജയിലിലേക്ക് പോയിട്ടുണ്ടല്ലോ. അതുപോലെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ചോദിച്ചു, മൻ അഖ്റജക മിനൽ ബൈത്ത്, റൂമിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുപോയവൻ ആരാണോ? അദ്ദേഹത്തിന്റെ മറുപടി, അല്ലദീ അദ്ഖലനിൽ ബുസ്താൻ, തോട്ടത്തിൽ കടത്തിയ ആളാണ്. മല്ലദീ അദ്ഖലകൽ ബുസ്താൻ, നിങ്ങളെ തോട്ടത്തിൽ കടത്തി, നിന്നെ തോട്ടത്തിൽ കടത്തിയത് ആരാണ്?
അല്ലദീ അഖ്റജനീ മിനൽ ബൈത്ത്, എന്നെ റൂമിന്ന് കൊണ്ടുപോയ ആളാണ്. റൂമിന്ന് കൊണ്ടുപോയതാരാ? തോട്ടത്തിൽ കടത്തിയതാരാ? റൂമിന്ന് കൊണ്ടുപോയവൻ. അപ്പോഴാ രാജാവ് പറഞ്ഞു പോയി, ഹാദാ അജീബ്, ഇത് വലിയ അത്ഭുതമാണല്ലോ. അപ്പോഴാണ് ചെറുപ്പക്കാരന്റെ മറുപടി, അയ്യു അംരി റബ്ബിക ലൈസ ബിഅജീബ്. സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രത്തിന്റെ ഉടമകളായിരുന്ന ബ്രിട്ടീഷുകാർ ഉമർ ഖാദിയുടെ ദുആ ഫലിച്ചില്ലേ? ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നില്ലേ? അയ്യു അംരി റബ്ബിക ലൈസ ബിഅജീബ്. അതേതിന്റെ റബ്ബിന്റെ ഏത് കാര്യമാണ് അത്ഭുതമല്ലാത്തത്? ആ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ ഭരണാധികാരിക്ക് മനസ്സിലായി, ഇത് ഞാൻ വിചാരിച്ചതിന്റെ അപ്പുറത്താണ്. ഉടനെ ഓർഡർ ചെയ്തു, ഇവനൊരു സമ്മാനം കൊടുക്കണം, നല്ല മുന്തിയ കുതിര വേണം. കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ നിർത്തിയിട്ട് കുതിരപ്പുറത്ത് നല്ല വിരിപ്പും വിരിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് ആളുകളോട് പറഞ്ഞു, ആനയിച്ച് കൊണ്ടുപോകണം റോട്ടിലൂടെ. മുന്നിൽ ഒരു അനൗൺസ് വേണം. എന്താ വിളിച്ചു പറയേണ്ടത്? ഹാദാ അബ്ദുൻ അറാദല്ലാഹു ഇക്റാമഹു, ഇത് അല്ലാഹു ബഹുമാനിക്കാൻ ഉദ്ദേശിച്ച വ്യക്തിയാണ്. വഅറാദ ഹാറൂൻ ഇഹാനതഹു, ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരി ഇൻസൾട്ട് ആക്കാൻ ഉദ്ദേശിച്ച വ്യക്തിയാണ്. ഫലം യഖ്ദിർ ഹാറൂൻ ഇല്ലാ ഇക്റാമഹു, അദ്ദേഹത്തെ ബഹുമാനിക്കാൻ മാത്രമേ ഹാറൂൻ റഷീദാകുന്ന ഭരണാധിക്ക് കഴിഞ്ഞുള്ളൂ. പടച്ചവന്റെ മേലെ വേറൊരു ഭരണാധികാരി ഇല്ല. അവന്റെ തീരുമാനം അവൻ നടപ്പാക്കുക തന്നെ ചെയ്യും. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, എന്തുണ്ടോ അത് മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതുകൊണ്ട് ആരും ഒരൽപ്പവും ആശങ്ക വേണ്ട, ഒരു ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും മാറ്റിവെക്കണ്ട. എല്ലാവരും സധൈര്യം നീങ്ങണം. പക്ഷേ നമ്മൾ എന്ത് വേണം? സുബ്ഹി ഖളാകാതെ നിസ്കരിക്കണം. പോരാ ചെറുപ്പക്കാരെ, റാലി നടത്തിയാൽ പോരാ, കൊടി പിടിച്ചാൽ പോരാ. ചോദിക്കട്ടെ, നമുക്കൊരു സ്വകാര്യ സംഭാഷണം നടത്തിക്കൂടെ? ആരുമായി? പ്രധാനമന്ത്രിയുമായിട്ടല്ല, അമേരിക്കൻ പ്രസിഡന്റുമായിട്ടല്ല, എല്ലാ രാജാക്കന്മാരെയും ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഇല്ലയോ? ആ ഭരണാധികാരിയുമായൊരു സ്വകാര്യ സംഭാഷണം അതെപ്പോഴാ നടക്കുക? മറ്റുള്ളവരെ കിടന്നുറങ്ങുമ്പോഴാണ്. യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. പറ്റൂലേ? സുബ്ഹിക്ക് എഴുന്നേൽക്കുന്ന നിങ്ങൾക്ക് 1 മണിക്കൂർ മുന്നേ ഒന്ന് എഴുന്നേറ്റുകൂടെ? 11 മണിക്ക് കിടക്കുന്ന നിങ്ങൾക്ക് 10 മണിക്ക് കിടന്നുകൂടെ? എന്നിട്ടോ യജമാനനുമായൊരു സ്വകാര്യ സംഭാഷണം, അതേ പ്രസംഗിക്കുന്നത് ചിത്രത്തിൽ വരും, റാലി നടത്തിയ ചിത്രത്തിൽ വരും, 4 ആള് കാണാനുണ്ടാകും. അവിടെയെല്ലാം ഭൗതികമായ ചിന്ത ശൈത്താൻ ഖൽബിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് ഇന്ന നാശിയത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീലാ, രാത്രിയിലുള്ള സ്വകാര്യ സംഭാഷണമുണ്ടല്ലോ, പടച്ചവനോടുള്ള സ്വകാര്യ സംഭാഷണം, അതിന്റെ പേരാണ് തഹജ്ജുദ്. എഴുന്നേറ്റൊരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ SYSന്റെ പ്രവർത്തകരെ, ടീം ഒലീവ് അംഗങ്ങളെ, SSFന്റെ പ്രവർത്തകരെ, കറുത്ത രോമം വെളുത്തുപോയ എന്നെപ്പോലുള്ള മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കാൻ വരൂ. എഴുന്നേൽക്കുന്ന സമയത്ത് അതാ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ ഹദീസിൽ, മൻ തഅറ ബിൽ ലൈലി, രാത്രിയിൽ ഉറക്കം തെളിയുന്ന സമയത്ത് ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ചൊല്ലിയതിന് ശേഷം അൽഹംദുലില്ലാഹ് വസുബ്ഹാന
സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി പാപം പൊറുക്കണേ എന്ന് പടച്ചവനോട് പറഞ്ഞാൽ ഉഫിറ ലഹു പാപം പൊറുത്തിട്ടും ഇദാ ദആ അവൻ ആ സമയത്ത് ഇതും ചൊല്ലി ഒരു പ്രാർത്ഥന നടത്തിയാൽ ഉസ്തുജീബ ലഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. നമുക്കൊന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്കൊന്ന് നീങ്ങിക്കൂടെ? ഇവിടെ ആർക്കാണ് പൗരത്വമുള്ളത്? എല്ലാവരും ഈ നാട്ടിൽ നിന്ന്, എല്ലാവരും ഈ ലോകത്ത് നിന്ന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് പോകേണ്ടവരല്ലേ? ഒന്നുകിൽ ഖബറിലേക്ക്, അല്ലെങ്കിൽ തീക്കുണ്ടാരത്തിലേക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകേണ്ടവരല്ലേ? ആ പോക്കിന് വേണ്ടി ചിന്തിക്കൂ, അതിനു വേണ്ടി പ്രവർത്തിക്കൂ, അതിനു വേണ്ടി നമ്മുടെ ജീവിതം കൊന്നതാ നമ്മൾ സദാസമയവും ആലോചിച്ച് പ്രവർത്തിക്കൂ. അതോടുകൂടെ നമ്മുടെ രാജ്യത്തെല്ലാ മതക്കാർക്കും ജീവിക്കണം, മതമില്ലാത്തവർക്കും ജീവിക്കണം. ഇന്ത്യയുടെ പുരോഗതി ഉണ്ടാകണം. ഈ രാജ്യം മതപ്പതിച്ചു പോയിക്കൂടാ, മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി കൂടാ, നമുക്കുള്ള അഭിമാനം തകർന്നുകൂടാ. നമ്മുടെ എല്ലാ നാനാത്വത്തിലുള്ള ഏകത്വവും നിലനിർത്തി അതേ ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെ പോലെ ഇവിടെയുള്ള സർവ്വജനങ്ങളും ജീവിക്കാൻ ആവശ്യമായ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും പ്രവർത്തനങ്ങളും സദാ തുടർന്നുകൊണ്ടിരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ സർവ്വ ദുആകൾക്കും നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിച്ചവർ, ഇതിന് സഹായിച്ചവർ, സഹായിക്കുന്നവർ, പ്രവർത്തിച്ചവർ, പ്രവർത്തിക്കുന്നവർ, SOSന്റെ പ്രവർത്തനങ്ങൾ, SSFന്റെ പ്രവർത്തനങ്ങൾ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ, SMAയുടെ പ്രവർത്തനങ്ങൾ, സുന്നി ജമീഅത്തുൽ മുഅല്ലിമിന്റെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ നേതാക്കൾ റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും മറ്റ് നേതാക്കളും ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനവുമായി നീങ്ങുന്നവർ, അവരെ പിന്തുണക്കുന്നവരാരുണ്ടോ എല്ലാവർക്കും എല്ലാ നന്മകളും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ചിറ്റാരിപ്പറമ്പ് സർക്കിൾ ഒലീവ് കൺവീനർ മിറ്റുക്കോയയുടെ മകൾ വീടിന് മുകളിൽ നിന്ന് വീണ് തൊടയിൽ വെട്ടി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. SOS സർക്കിൾ സെക്രട്ടറി റഷീദ് എടിയങ്ങ എന്നവരുടെ മകൻ ലുക്മാൻ 9 വയസ്സ് വളരെ സീരിയസ് ആയി രോഗത്തിലാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ ശിഫ നൽകണം റഹ്മാനെ. അതുപോലെ ആര് എവിടെ രോഗികളുണ്ടോ, എന്ത് രോഗമുള്ളവരുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. പാലുത്തക്കരയിൽ വീടിന്റെ 2ാം നിലയിൽ നിന്ന് വീണ് സീരിയസ് ആയി മിംസ് ഹോസ്പിറ്റലിലുള്ള ജുനൈദിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലാഹുവേ, അങ്ങനെ ആര് എവിടെ എന്ത് വിഷമമുള്ളവരുണ്ടോ നീ തീർത്തു തരണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങൾക്ക് തഖ്വയുടെ ബോധം നൽകണം റഹ്മാനെ, രാഷ്ട്രബോധം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ തന്ന 10,000 പല സ്ഥലത്തുമുണ്ട്. ഇന്നും വന്ന് നേർച്ചകൾ ഏൽപ്പിച്ച് പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. ആര് വിദേശത്തോ നാട്ടിലോ എന്ത് തൊഴിലെടുക്കുന്നവരുണ്ടോ, ബിസിനസ് നടത്തുന്നവരുണ്ടോ, ഏത് കൃഷി ചെയ്യുന്നവരുണ്ടോ, പഠിക്കുന്നവരുണ്ടോ, പഠിപ്പിക്കുന്നവരുണ്ടോ, അല്ലാഹുവേ, പഠിക്കുന്ന മക്കൾക്ക് അവരുടെ എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണം റഹ്മാനെ. ഏത് തൊഴിലിലേർപ്പെടുന്നവരുണ്ടോ അവർക്കെല്ലാം ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. ഈ കണ്ണൂർ വലിയ ആത്മീയ നേതാക്കൾ, മൗലൽ ബുഖാരി അടക്കമുള്ള ആത്മീയ നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തിനെല്ലാം എല്ലാ പൈതൃകവും നിലനിർത്തി തരണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. അവസാനം ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണം റഹ്മാനെ. ചെറിയ ഒരു പരിക്ക് ഇവിടെ ജോലിയെടുക്കുന്നതിനിടയിലുണ്ടായ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യാമെന്ന് അല്ലാഹു തആല അദ്ദേഹത്തിനും പരിപൂർണ്ണ ആഫിയത്ത് നൽകട്ടെ. അല്ലാഹുവാണ് എല്ലാം നൽകുന്നവൻ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദുആകൾക്കും നീ ഇജാബത്ത് തരണം റഹ്മാനെ. റാലിയിൽ വരുമ്പോൾ
ഒരു അമ്മാനി ചെറിയ അപകടത്തിൽപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിനും പരിപൂർണ്ണ സലാമത്ത് നൽകട്ടെ. എല്ലാവരും ഒരു നാരിയത്ത് സലാത്തുകളാണ്. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الحمد يا معبود يا الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبنا الله ونعم الوكيل. حسبنا الله ونعم الوكيل. حسبنا الله ونعم الوكيل. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره المشركون. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. يا من له ملك السماوات والأرض. يا من له مقاليد السماوات والأرض. يا ذا العرش المجيد فعالا لما يريد. نواصي الخلائق كلهم بيدك وفي تدبيرك يا الله. وجميع الملوك قلوبهم في تحويلك وتصريفك يا الله يا الله. هذا ذلنا ظاهر بين يديك وحالنا لا يخفى عليك. أمرتنا فتركنا ونهيتنا فارتكبنا. لا يسعنا إلا مغفرتك يا غفور يا غفار. ولا يسعنا إلا عفوك يا عفو يا كريم. واغفر لنا ولجميع أمة محمد صلى الله عليه وسلم. واعف عنا وعن جميع أمة محمد صلى الله عليه وسلم. وآمنا في أوطاننا. وآمنا في أوطاننا. آمنا في أوطاننا. وكسب كروبنا وفرج همومنا وقض قلوبنا. اللهم إنك تعلم منا ما نحن فيه وأحوالنا. اللهم كن لنا عولا ومعينا في جميع أمور ديننا ودنيانا وأخرانا. ولا تكن علينا واحفظنا بحفظك. واجعلنا واجعل جميع أمة محمد صلى الله عليه وسلم تحت كنفك وحرزك وحفظك. أنت خير حافظا وأنت أرحم الراحمين. وأنت أرحم الراحمين. وأنت أرحم الراحمين.
حقق رجاءنا ورجاء جميع من أوصانا ورجاء جميع من ساعد معاهدنا وجمعياتنا اللهم اجعلنا وإياهم من عبادك الصالحين واسفنا واسفهم واسف مرضانا ومرضاهم وسلم حبلانا وحبلاهم ورد ضالتنا وضالتهم ورد غائبنا وغائبهم وحصل مرامنا ومرامهم اقض حوائجنا وحوائجهم وادفع بلياتنا وبلياتهم وأد ديوننا وديونهم اللهم اجعلنا وإياهم من عبادك الصالحين واختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان والتوبة النصوحة المقبولة لديك يا رب العالمين أعذنا من سرور أنفسنا ومن سيئات أعمالنا وأعذنا من سرور الشياطين وطهر قلوبنا من كل وصف يباعدنا عن مشاهدة جمالك ومحبتك ووفقنا لما تحب وترضى ولا تجعلنا من المرائين الضالين واجعلنا من المخلصين العاملين وارزقنا الخشوع التام في جميع صلواتنا والإخلاص الكامل في جميع حركاتنا وسكناتنا واختم آجالنا ناظرين إلى جنتك مهنئين بملائكتك قائلين بكلمتك لا إله إلا الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു എല്ലാവരും ഇരുന്ന കസേര സ്വന്തമായി അട്ടിയിട്ട് ഈ സ്റ്റേജിന്റെ ഇടത് വലത് ഭാഗങ്ങളിൽ വെക്കേണ്ടതാണ്. കണ്ണൂർ സോണിലെ എല്ലാ ഒലീബ് അംഗങ്ങളും സമ്മേളന നഗരിയിൽ തന്നെ ഉണ്ടാവണമെന്നറിയിക്കുന്നു. വളണ്ടിയർമാരോട് കൂടെ കണ്ണൂർ സോണിലെ എല്ലാ ഒലീബ് അംഗങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രൗഢമായ റാലി വിജയിപ്പിക്കുന്നതിന് ഇവിടെ എത്തിയ മുഴുവൻ ഒലീബ് അംഗങ്ങൾക്കും പ്രവർത്തകർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് എത്തിയ എല്ലാ നേതാക്കൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന പ്രാർത്ഥന നന്ദിയായി സമർപ്പിക്കുന്നു. ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിലും അതുപോലെ ഇന്ന് നടന്ന റാലിയിലും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ധാരാളം പ്രവർത്തകന്മാർ KL 14G 3033 വൈറ്റ് കളർ മാരുതി ആൾട്ടോ നിർത്തിയിടത്ത് നിന്ന് മാറ്റേണ്ടതാണ്. വാഹനം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. KL 14G 3030 വൈറ്റ് കളർ മാരുതി ആൾട്ടോ ഇന്നലെ